Hello guys, assalamu alaikum. Welcome back to my channel. I hope all of you doing great. My dears, ഞങ്ങൾ ഇപ്പോൾ ഒരു യാത്രയിലാണ് കേട്ടോ. ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാണ് അടുത്ത ആള്? യെസ്, ഇതാണ് മിസ്റ്റർ അസീസ്. ഞങ്ങളുടെ നാട്ടിലുള്ളതാണ്. JCIയിൽ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്കറിയാം. അങ്ങനെ ട്രെയിനിങ്സ് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പാഷനേറ്റാണ്. അപ്പോൾ ട്രെയിനിങ്സിനൊക്കെ ഒരുമിച്ച് പോകുന്ന രണ്ട് നല്ല സുഹൃത്തുക്കളും. അപ്പോൾ അസീസ് മാഷും ഞാനും കൂടെ ഇന്ന് PSMO കോളേജിൽ ഞങ്ങൾക്കിന്നൊരു ട്രെയിനിങ് ഉണ്ട്. ജോഷ് എന്ന് പറഞ്ഞിട്ട് JCIൻ്റെ കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ജോഷ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ കോളേജസിലൊക്കെ ഇപ്പോൾ ഒരു ഫ്യൂച്ചർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കോളേജ് സ്റ്റുഡൻസിന് കുറേ ടോപ്പിക്സിൽ, അതായത് ഡിസിഷൻ മേക്കിംഗ്, ഇൻ്റർവ്യൂ സ്കിൽസ്, ടൈം മാനേജ്മെൻറ്റ്, പിന്നെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, അങ്ങനെ കുറേ ടോപ്പിക്സിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് PSMO കോളേജിൽ ഇന്ന് ക്ലാസ് എടുക്കാൻ അവസരം എനിക്കും അസീസ് മാഷിനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞാനിപ്പോൾ ആക്ച്വലി കോളേജിലായിരുന്നു. അപ്പോൾ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് പോകുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെയും കോളേജിൽ നിന്ന് ലീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നും ഇനി ഫുൾ ഡേ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇന്നെ തല്ലി ഓടിക്കുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാനിന്ന് ഹാഫ് ഡേ ലീവ് ആക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം പോകുന്നത്. അപ്പോൾ ഗായ്സ്, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അങ്ങനെയൊക്കെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ട്രെയിനിങ്. 2 to 4 ആണ് ഇന്നത്തെ ട്രെയിനിങ് സെഷൻസൊക്കെ. അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അസീസ് മാഷിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഹായ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. ഞാനേ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ID കാർഡ് എടുത്തിട്ടില്ല. JCI വേറെ, നസ്ര കോളേജ് വേറെ. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ID കാർഡൊന്നും എന്താ പറയുക ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല കുട്ടിയായിട്ട് കോട്ടൊക്കെ ഇട്ടാണ് പോന്നിട്ടില്ലേ. സാധാരണ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ കോട്ട് മറക്കും, JCIൻ്റെ പിന്ന് മറക്കും, അങ്ങനെ കുറേ അബദ്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, എല്ലാം എടുത്ത് നല്ല കുട്ടിയായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിങ് വിശേഷങ്ങളൊക്കെ കാണാം. ഗായ്സ്, ഇന്നത്തെ ട്രെയിനിങ് 2 മണി മുതൽ 4 മണി വരെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 ടോപ്പിക്സാണ് കവർ ചെയ്യാനുള്ളത്. റിലേഷൻഷിപ്പ് ബിൽഡിങ്, പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ സ്കിൽസ്, പിന്നെ അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ 3 ടോപ്പിക്കിലാണ് നമ്മൾ പ്രിപ്പയർ ആയിട്ടുള്ളത്. അങ്ങനെ വെറും കയ്യോടെ കൂടെ കോളേജിൽ പോകാൻ പാടില്ലല്ലോ. പോകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സമ്മാനമൊക്കെ വാങ്ങിക്കേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചാർട്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നായിരുന്നു. കുട്ടികൾക്ക് വർക്കൊക്കെ കൊടുക്കണമല്ലോ, ക്ലാസ് എൻഗേജിങ് ആക്കണ്ടേ. അപ്പം അതിനുള്ള പൊടിക്കൈകൾ നോക്കുകയാണ്. വൈറ്റ്, ഈ യെല്ലോ എടുത്തോളൂ. അങ്ങനെ ഗോയ്സ് ചാർട്ടൊക്കെ വാങ്ങിച്ചതാ ബില്ലാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ചാർട്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ന്യൂസ് പ്രിൻ്റൊക്കെ വാങ്ങിച്ചു. നമ്മളെപ്പോൾ പോകുമ്പോൾ ഒരു പ്ലാൻ A ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലാൻ B വേണം. കാരണം ഇങ്ങനത്തെ കുട്ടികളാണ്, അവസ്ഥ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി ക്ലാസ് എടുക്കല്ല, നമ്മൾ കുറേ ആക്ടിവിറ്റീസ്, ഗെയിംസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ കുറേ ഗെയിംസിനുള്ള സാധനങ്ങളായിട്ട് പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഒന്നുകിൽ കുട്ടികൾ പണി തരും, അതല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് റൂം പണി തരും. എന്തെങ്കിലും രീതിയിലൊരു പണി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേ സാധനങ്ങൾ വെച്ച് പ്രിപ്പയർ ആയിട്ട് പോകണം കേട്ടോ. അസീസ് മാഷൊക്കെ 2 ദിവസം ഫുള്ള് പ്രിപ്പയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതന്നെയാണ് അതിൻ്റെ ഗേറ്റ്. ഓരോട് പറഞ്ഞാൽ മതി, തുറന്നു തരുമല്ലോ. എന്താണെന്നറിയില്ല ഗോയ്സ്, ഈ PSMO കോളേജിനോട് ഒരു മുജ്ജന്മ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവങ്ങൾക്ക് ഇങ്ങോട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം വേറെ എന്തൊക്കെയോ, കഴിഞ്ഞ പ്രാവശ്യമല്ല, ഇതിന് മുന്നേ കുറേ പ്രാവശ്യം എന്തിനൊക്കെയോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തോരൊക്കെ ഭാഗ്യം കൊണ്ട് PG ഞാൻ ഇവിടെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ഈ കോളേജ് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ PTM പോയി ചേർന്നു. അപ്പോൾ അതിൻ്റെ സങ്കടം PSMO കോളേജിൽ തീർക്കണമെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ കൂടെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാമ്പസ്. പിന്നെ എന്താ പറയുക, കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ഓഫ് ദ റെപ്യൂട്ടഡ് കോളേജസ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്ന കോളേജ് ഇതാണ് എന്നൊക്കെയാണ് കേൾക്കാറുള്ളത്. എന്താണെന്ന് അറിഞ്ഞൂടാ. കണ്ട ഗൈസ്, എല്ലാ കോളേജിലും ഉണ്ട് അതുപോലെ തേരാപാര വെറുതെ ചുമ്മാ ക്ലാസ്സിലൊന്നും കയറാതെ പുറത്തിരിക്കുന്ന ചില കിടാങ്ങൾ. അങ്ങനത്തെ കുറച്ച് കിടാങ്ങളാണത്. അപ്പം നമ്മൾ ഇതിനകത്ത് കയറി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെ കൂടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, അവരൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ കോളേജിലെത്തി. ഇനി വലതുകാല് വെച്ച് ഇങ്ങോട്ട് ഇറങ്ങട്ടെ. പക്ഷെ ഇറങ്ങുമ്പോൾ വലതുകാല് വെക്കാൻ കഴിയില്ല, അപ്പോൾ വീണു. അതുകൊണ്ട് ഇടതുകാല് വെച്ച് ഐശ്വര്യത്തോട് കൂടെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെന്താ, എൻ്റെ ബാഗ് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കണം. മാഷേ, ഇത് തുറക്കി.
ഞാനേ നസ്ര കോളേജിൽ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പോയിട്ട് എൻ്റെ റബ്ബെ 2 ക്ലാസ് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവരെ അമർത്താൻ വേണ്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കി പറഞ്ഞ് എൻ്റെ തൊണ്ട ഓൾറെഡി കിച്ച് കിച്ചായിട്ടാണ് വരുന്നത്. പിന്നെ എന്താണെന്നറിയില്ല, ചുമ കുറേ കാലങ്ങളായിട്ട് എൻ്റെ കൂടെപ്പിറപ്പാന്നുള്ള പോലെ സ്നേഹത്തോടു കൂടെ എന്നെ വിട്ടുപിരിയാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും ഞാനെന്താ ലീവ് എടുക്കേണ്ടതായിരുന്നു എന്നിട്ട് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. പക്ഷേ ഞാൻ ഇന്നലെ ഓൾറെഡി ലീവായിരുന്നു എന്ന് ഞാൻ ഫസ്റ്റ് തുടക്കത്തിലേ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഹാഫ് ഡേ ലീവെങ്കിൽ ഹാഫ് ഡേ ലീവ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മുന്നിൽ നടക്കുന്നത് അസീസ് മാഷി, നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ എനിക്കറിയാം, എന്നാലും ചുമ്മാ അങ്ങോട്ട് പറയുന്നേ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് പ്രിൻസിപ്പളെ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഇതാ ഞങ്ങൾ സ്വീകരിക്കാൻ കുറച്ച് പീപ്പിൾസ് അവിടെ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സ് കേട്ടോ, നമ്മുടെ കൂടെയുള്ള വേറെ ട്രെയിനേഴ്സ്. ഇന്നത്തെ എൻ്റെ വ്ളോഗിലെ താരങ്ങൾ, ഇന്നത്തെ ഏറങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിരിച്ചറിയേ. എല്ലാവരും ജസ്റ്റ് ഷർട്ടും പാൻറ്റും കാര്യങ്ങളും മാത്രം ഇട്ടേ വന്നിട്ടുണ്ടായിരുന്നു. കോട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നമ്മൾ റെഡിയായി. ഇതാണ് അവരുടെ ഒരു റിസപ്ഷൻ ഏരിയ എന്ന് തോന്നുന്നു, മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ. അപ്പം നമ്മൾ അവിടെ കൊണ്ടുപോയിരുത്തി. പിന്നെ കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്താണ് മരുഭൂമിയിൽ മഴ എന്ന് പറഞ്ഞൊരു ഫീലായിരുന്നു. ചൂടത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള ജ്യൂസ്, നല്ല പപ്പായല്ല എന്തൊക്കെയാണ് ഞാനീ പറയണേ, എന്താണപ്പോൾ ആ കുന്ത്രാടത്തിൻ്റെ പേരയ്ക്ക ജ്യൂസ്. ഇംഗ്ലീഷ് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഗുവാവ ജ്യൂസാണ് കഴിച്ചുകൊണ്ടിരിക്കണത്. ഇത് വേറെ ആരൊക്കെയോ ക്യാമറയിൽ പിടിച്ചത് ഗ്രൂപ്പിൽ അയച്ചത് ഞാൻ ചുമ്മാ എൻ്റെ വ്ളോഗിൽ പോസ്റ്റ് ചെയ്ത് മെയിനാകാൻ നോക്കിയതാണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്നെ ഇങ്ങനെ കിട്ടൂലല്ലോ. അപ്പോൾ എന്താ പറയുക, നമ്മളെല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചു. ഗായ്സ്, ഇതാണ് നമ്മുടെ അസീസ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ കേട്ടോ, മിസ്റ്റർ അസീസ്, അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ അബ്ദുൽ അസീസ് സാറാണ്. സാറും ഞാനും തമ്മിലൊരു മുജ്ജന്മ ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സാർ ആക്ച്വലി യൂണിറ്റി വുമൻസ് കോളേജിലെ ബോട്ടണിയിലെ അധ്യാപകനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2012-15 ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് സാർ അവിടെ ഉണ്ടായിരുന്നു. സാർ ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ തന്നെ സാറിന് മനസ്സിലായി, നീ ഷാക്കിറല്ലേ, നിനക്ക് ഓർമ്മ ഉണ്ട്, നീ കോളേജ് ചെയർപേഴ്സൺ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് കോളേജിൽ ചെയർപേഴ്സൺ ആയിക്കൊണ്ട് തന്നെ കുറേ തെണ്ടിപ്പുകളൊക്കെ കാണിച്ചതുകൊണ്ട് ഞാൻ വളരെ ഫേമസ് ആയിരുന്നു അന്ന് കോളേജിൽ. പിന്നെ കോളേജിലെ ഗുണ്ടകൾ, കോളേജിലെ റൗഡികൾ എന്നൊക്കെ ഞങ്ങളെ ഗ്യാങ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തിനൊക്കെയോ അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഞാൻ എന്നെക്കുറിച്ച് അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഷാക്കിറെ പോലെ ജീവിക്കണം, അവളൊക്കെ കോളേജിൽ ജീവിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ മനസ്സിൽ ഞാൻ അത്രത്തോളം ഉണ്ട് എന്നാണ് ഗൈസ് അതിൻ്റെയൊക്കെ ഒരു അർത്ഥം. സന്തോഷം തന്നെയല്ലേ. പിന്നെ ഇതൊക്കെ ഞാൻ അങ്ങനെ ചുമ്മാ എല്ലാവരും മാത്രം എടുത്താൽ പോരല്ലോ, എന്നെ എടുക്കണമല്ലോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. എനിക്ക് കിട്ടിയത് സുവോളജിയിലെ ക്ലാസ് ആട്ടോ. എന്തൊരു പാവം പിടിച്ച പിള്ളേരെന്ന് പറയുക, പാവം കുട്ടികളാണ്. നസ്ര കോളേജിലെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ്. ഇവിടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫുള്ള് പഠിപ്പിസ്റ്റുകളായതുകൊണ്ടാണോ എന്താണോ എന്ന് അറിഞ്ഞൂടാ, പാവം കുട്ടികൾ. വായ്ക്കകത്ത് വിരലിട്ടൊക്കെ അടിക്കൂല എന്നൊക്കെ പറയുമല്ലോ, അത്രയും ഡീസൻ്റ് ആയിട്ടുള്ള നല്ല നല്ല പിള്ളേർ കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്ലെസ്ക് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലെസ്ക് നമ്മൾ ആക്ച്വലി പ്രൊജക്റ്റിൻ്റെ ഭാഗമായത് കൊണ്ട് നമ്മളിവിടെ ഒട്ടിക്കണം, ഒട്ടിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കണം. നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ എന്ത് വേണം, ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലെക്സ് ഇവിടെ ഒട്ടിക്കണം. പിന്നെ ഈ സാറ് എന്നെക്കുറിച്ചുള്ള ഇൻട്രോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ പേരും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഗൈസ് ഞാൻ മറന്നുപോയി. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആകെപ്പാടൊരു ഹലാക്കിൻ്റെ അവലുങ്കഞ്ഞിയിലെ അവസ്ഥ ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഞാൻ. ഈ കുട്ടികളിങ്ങനെ തെരപാര നടക്കണ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് എന്തോ പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ സംഭവം അതല്ല. കുട്ടികൾക്ക് ഞാൻ ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ്. ഫസ്റ്റത്തെ ടോപ്പിക് എന്താ അറിയോ, റിലേഷൻഷിപ്പ് ബിൽഡിങ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എല്ലാവരും പോയി ഒന്ന് മീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാത്തവരടുത്ത് പോയിട്ട് ഒന്ന് മീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരെക്കുറിച്ച് എന്തൊക്കെയാണ് ഇഷ്ടമായത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു ആക്ടിവിറ്റി കേട്ടോ. ഇത് ക്ലാസ്സിനകത്ത് ശരിക്കും ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു എംപ്റ്റി റൂം വേണം. ഇതേപോലെ ഇടയിലെ ബെഞ്ച്, ഡെസ്ക്, ഇങ്ങനത്തെ ടേബിൾ സാധനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കുട്ടികൾക്ക് ഫ്രീ ഫ്ലോയിൽ നടക്കാൻ കഴിയില്ല. ഗൈസ് പിന്നെ ഞാൻ മൈക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ തൊണ്ട സൗണ്ട് മുടക്കിയെന്ന് വരും. അപ്പം അതുകൊണ്ടൊരു ധൈര്യത്തിന് ഒരു മൈക്കൊക്കെ എടുത്തിട്ട് ഞാൻ പോകുന്നുള്ളൂ. എന്നിട്ട് പറയേണ്ടത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാൾ, ഇപ്പോൾ സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളെ ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് അയാളെക്കുറിച്ച് ഒരു 1-2 നല്ല ക്വാളിറ്റീസ്, ഇപ്പോൾ സംസാരിച്ചപ്പോൾ അയാളിൽ ഇഷ്ടപ്പെട്ട 1-2 ക്വാളിറ്റീസ് ഒന്ന് പറയണേ. യെസ്, പറഞ്ഞോളൂ. മിൻഷനീക്കൂ ആരാണ്? ഓക്കെ, എന്തുകൊണ്ടാണ് മിൻഷനെ ഇഷ്ടപ്പെടാൻ കാരണം?
ആ ഓക്കെ ആ പറയേണ്ടത് ഓക്കെ പറഞ്ഞോളൂ. ശ്രീപാർവതി. ശ്രീപാർവതി അതല്ലേ? അപ്പൊ എന്താ ശ്രീപാർവതി എണീറ്റുന്നോളൂ. ശ്രീപാർവതിനെ എന്താ ഇഷ്ടപ്പെടാൻ കാരണം? ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണ മാതിരി അവിടെ ചിന്തിക്കാം. ഓക്കെ. ചില വികാരങ്ങളൊന്നും ഇല്ലാത്ത സനോവിയ. പിന്നെ അത്രേ ഉള്ളൂ. വേറെ നല്ല ക്വാളിറ്റീസ് വേറെ വേറെ എന്തൊക്കെയാണ്? എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. ഓ റൈറ്റ്, ഓക്കെ, താങ്ക് യു, സിറ്റ് ഡൗൺ. എന്നാൽ ഇനി ശ്രീ പാർവതിയോ എന്താണ്? ശ്രീ പാർവതി അല്ലേ പേര്? ശ്രീ പാർവതി വന്നോളൂ. എന്തോരം നല്ല കുട്ടികളാണെന്നറിയ. ഈ വരുന്ന ശ്രീ പാർവതിയാണ് കേട്ടോ. ഞാൻ കണ്ടപ്പോൾ തന്നെ പേര് പഠിച്ച ഒരാളാണ്. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന ഷിബന, ഇയാളെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, മറന്നുപോയി. റാഷിദ. അങ്ങനെ ഞാൻ ഈ കുട്ടീനെ ഇന്നലെ റഷീദ എന്ന് വിളിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചിരിക്കും. അപ്പം റാഷിദയാണ് പേര് എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ പരിചയപ്പെട്ടു. നല്ല രസമായിട്ട് ഇവരെ പ്രസൻറ്റേഷൻ കാര്യങ്ങൾ അടിപൊളി കുട്ടികളോട്ട്. എനിക്ക് കിട്ടിയ ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ 2 ബോയ്സ് മാത്രമേ ഉള്ളൂ, 2 ശ്രീകൃഷ്ണന്മാർ മാത്രമേ ക്ലാസ്സിലുള്ളൂ. ബാക്കിയെല്ലാം ഗോപികമാരാണ് എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത. പിന്നെന്താ പറയുക, നമ്മൾ ക്ലാസ്സൊക്കെ ഇടയ്ക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് JCIയിലുള്ള ആളുകളും കോളേജിലെ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾ ബന്ധങ്ങൾ നിലനിർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്? ബന്ധങ്ങൾ നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഗോ ഓൺ. ബന്ധങ്ങൾ നിലനിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതൊക്കെയാണ് നമുക്ക് കോളേജിൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ചെയ്യാനുള്ള ടോപ്പിക്സ് കിട്ടും. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നിന്നിങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബോറടിക്കൂലേ? അപ്പോൾ ഞാൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഈ ഒരു ആക്ടിവിറ്റീൻ്റെ പേരാണ് ബ്രെയിൻ സ്റ്റോമിങ്. അവരെ കൊണ്ട് തന്നെ പറയും. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു സീക്രറ്റ്, നിങ്ങൾ മാത്രം അറിയുന്ന, നിങ്ങളോട് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു സീക്രറ്റാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ആ സീക്രറ്റ് നിങ്ങളെ മാത്രം അറിയുള്ളൂ, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളോട് മാത്രം പറഞ്ഞിട്ടുള്ളൊരു സീക്രറ്റാണ് ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു സീക്രട്ട് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അതാരും ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവും. ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം, ആരും ആയിരിക്കാം. ഇനി കണ്ണ് തുറന്നോളൂ. ഓപ്പൺ യുവർ ഐസ്. ഇല്ലേ? ഞാൻ ഓക്കെ, എല്ലാവരും ഇരിക്കും. സിറ്റ് ഡൗൺ പ്ലീസ്, സിറ്റ് ഡൗൺ. സീക്രറ്റ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞിട്ട് കിട്ടാത്ത ആരെങ്കിലും? ഞാൻ സീക്രറ്റ് പറയിപ്പിക്കൊന്നുമില്ല, പേടിക്കണ്ട. സീക്രറ്റ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ സീക്രറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തൊരാളോട് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവന്തിച്ചോളൂ. കള്ളത്തരം കാണിക്കരുത് കേട്ടോ, എനിക്കിഷ്ടാവണില്ലോ. അപ്പോൾ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അല്ലേ? സീക്രറ്റ് ആരടുത്തും പറഞ്ഞിട്ടില്ല, ഒക്കെ നിങ്ങളുടെ അടുത്ത് സേഫാണ്. ഓക്കെ, പൊതുവെ അപ്പോൾ നിങ്ങളൊരു സോങ് ഫിക്സ് ചെയ്യാട്ടോ, പെട്ടെന്നായിക്കോട്ടെ. 2 മിനിറ്റ് സമയം തരാം. ഗ്രൂപ്പായിട്ട് വളരെ ഉച്ചത്തിൽ ശബ്ദത്തിൽ പാടണം. ഓക്കെ? ഞാൻ അവർക്ക് ആ സീക്രറ്റിന്റെ ആക്ടിവിറ്റി കൊടുത്തപ്പോൾ വിചാരിച്ചു ആരെങ്കിലും ഒരാളെങ്കിലും സീക്രറ്റ് പറയരുതെന്ന് പറഞ്ഞത് വേറെ ആളോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചപ്പോൾ ആരും പറഞ്ഞതായിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുട്ടികളൊക്കെ നല്ല അടിപൊളി ഡീസൻറ്റ് കുട്ടികളാണ്. ഇപ്പം എന്താണെന്ന് അറിയാം, ഞാൻ അവർക്കൊരു പാട്ട് പാടാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ കൊടുത്തിരിക്കണേ. എങ്ങനെ? ലിറിക്സ് നോക്കിക്കോ, കുഴപ്പമില്ല, പെട്ടെന്നാവണേ. ഇനി 1 മിനിറ്റ് സമയമുള്ളൂ. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് കഥ. കുട്ടികൾ ഇങ്ങനെ പാട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് പാട്ടൊക്കെയാണ് പാടേണ്ടതെന്ന്. സാധാരണ ഞാൻ ഈ ഒരു ആക്ടിവിറ്റി വേറെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ കൊടുക്കാറുണ്ട്. നല്ല രസമാണ്. കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് പാടും. നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ചുമ്മാ കുറേ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോയാൽ അവർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഇവരിങ്ങനെ പാടുകയാണ് കേട്ടോ, ഓരോ പാട്ടൊക്കെ പാടുകയാണ്. പിന്നെ എന്താണെന്നറിയോ, എല്ലാം കൂടെ പാട്ട് ഇതിൽ നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഭാഗം മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവരെ പാട്ടൊക്കെ ലാസ്റ്റ് നമുക്ക് കേൾക്കാം. ഗ്രൂപ്പ് സോങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കുട്ടികൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ആക്ടിവിറ്റി കേട്ടോ. പിന്നെ അതേപോലെ ഡാൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഡാൻസ് ഒന്നും കൊടുക്കാൻ മാത്രമുള്ള സമയമില്ലായിരുന്നു.
എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. കാരണം അതൊക്കെ കൊടുക്കുക, റോൾ പ്ലേ ഒക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികൾ ഭയങ്കര രസമായിട്ട് ചെയ്യുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജെംസ് കോളേജിൻ്റെ ക്യാമ്പിൽ പോയപ്പോൾ ഒരു റോൾ പ്ലേ ആക്ടിവിറ്റി കൊടുത്തു. എൻ്റെ റബ്ബേ, എൻ്റെ സാറേ ഒന്നും പറയണ്ട, ചുറ്റിലൊന്നും കാണൂല എന്ന് പറയല്ലോ, അതേപോലെ എത്ര നന്നായിട്ടാണെന്നറിയാം അവരൊക്കെ ചെയ്തത്. ഇപ്പോൾ ഈ കോളേജിലെ കുട്ടികളെ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കുട്ടികൾ ഇങ്ങോട്ട് എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ ഔട്ട് പെർഫോം ചെയ്യുന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ കുട്ടികൾ, സുവോളജിയിലെ കുട്ടികൾ നല്ല ഡീസൻ്റ് ആയിട്ട് നല്ല പക്വതയോടുകൂടെ പെരുമാറുന്ന കുട്ടികളാട്ടോ. സാധാരണ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അവറ്റോളിങ്ങനെ മിണ്ടാതിരിക്കുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പവർ ബലം ഉപയോഗിച്ച് അതല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് ഉപയോഗിച്ചൊക്കെ അവരെ കൺട്രോൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഇവരതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നല്ല കുട്ടികളാണ്, അടിപൊളിയായിട്ട് ആക്ടിവിറ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് തീരെ ചലഞ്ചിങ് അല്ലായിരുന്നു, നല്ല നല്ല അനുസരണയുള്ള നല്ല നല്ല കുട്ടികളെന്ന് തന്നെ പറയാട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പൊട്ടിത്തെറിയും കൂടി ഉണ്ടെങ്കിൽ എന്താ പറയുക, അതൊരു വേറെ വൈബ് അല്ലേ. നല്ല ഡീസൻ്റായ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് തീരെ ചലഞ്ചില്ലല്ലോ, അതൊക്കെയാണ് കഥ. അപ്പോൾ എന്താ പറയുക, കുട്ടികൾ ഫോണിൽ നോക്കി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പലിലായി മീൻ ചെമ്മീനെ, പെണ്ണിനെ കൊട്ടേല് നീള പിടക്കണ മീനാണേ. Ready? 1, 2, 3, start. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള ലിംഗാരി പെണ്ണിനെ കണ്ടേ, ചെറുമീൻ ചെമ്മീനെ, പെണ്ണിന്റെ കൊട്ടയില് കിടക്കണ മീനാണേ. ബാക്കി പാട് ഒന്നുകൂടെ പാടിക്കോ. റെഡി? 1, 2, 3, സ്റ്റാർട്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള ലിംഗാരി പെണ്ണിനെ കണ്ടേ ഞാൻ, പാട്ട് കൊണ്ട് ഗൈസ് ഒരു 5 കളി, ഭയങ്കരമായിട്ട് പാട്ടന്നെ. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ്, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. വീണ്ടും ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. അവരോട് ഇങ്ങനെ പറഞ്ഞു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന്. സാധാരണ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ +2 കഴിഞ്ഞാൽ ഒരു കോഴ്സ് കിട്ടി, ഞാനതെടുത്ത് അത് കഴിഞ്ഞിട്ട് ഇതിന് പോകണം, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. കിട്ടിയ പോലെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ടീമായിരിക്കും, അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യം ഉണ്ടാവില്ല. അപ്പം ലക്ഷ്യമുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ആക്ച്വലി ഞാനിപ്പോൾ. അപ്പോൾ അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. എന്നിട്ട് അവർ PGക്ക് ജോയിൻ ചെയ്യുന്നത് ഡ്രീം ചെയ്തിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബ്രെയിൻ സ്റ്റോമിങ് ആക്ടിവിറ്റിയാണ് ആക്ച്വലി ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ ഓൾറെഡി ബുദ്ധിജീവികളായിരിക്കും. കാരണം സയൻസൊക്കെ എടുത്ത് സുവോളജിയൊക്കെ PSMO കോളേജിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല മാർക്കൊക്കെ വേണം. അപ്പം നല്ല ബുദ്ധിജീവികളായ കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നുള്ള കൃത്യമായ ധാരണയോട് കൂടിയാണ് നിങ്ങൾ ഈ വ്ലോഗ് കാണേണ്ടത്. ഓക്കെ, അപ്പം കുട്ടികളെ ഏറ്റവും ആസ്വദിച്ചൊരു ആക്ടിവിറ്റി ആയിരുന്നു പാട്ട്. അപ്പം വീണ്ടും പാട്ട് പാടാന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പാട്ട് പാടും. കുട്ടികളെ ബോറടിക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല, അതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ഇത്. ആദ്യം ഒരു ഭയങ്കര താങ്ക്സ് അറിയാണ്. സത്യം ഇന്ത്യയിൽ വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ ടൈം പോയത് അറിഞ്ഞില്ല. നമ്മൾ സാധാരണ ക്ലാസ്സിൽ ഇങ്ങനെ നോക്കും, ഞാൻ ശരിക്കും നോക്കി.
ഫോട്ടോ ആൻഡ് വീഡിയോ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഇനി നെക്സ്റ്റ് ഉള്ളത് ഫീഡ്ബാക്ക് പറയിപ്പിക്കാണ് കേട്ടോ. ചുമ്മാ എന്തിനൊക്കെയോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്നെ സോപ്പിട്ട് പതപ്പിക്കുകയാണോ അത് ശരിക്കാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എൻ്റെ ക്ലാസ് അത്ര മോശമൊന്നുമല്ല എന്ന് എനിക്കറിയാം. കുഴപ്പമില്ലാത്തൊരു ട്രെയിനറൊക്കെയാണ് ഞാൻ. എല്ലാവരും പറയാറുണ്ട് നിൻ്റെ ക്ലാസ് നല്ല അടിപൊളിയാണെന്നൊക്കെ. പിന്നെ എന്നെ ചുമ്മാ വെറുതെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത നന്ദി വാക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ചു. സമയം പോയത് അറിഞ്ഞിട്ടില്ല. സംഭവം നല്ല അടിപൊളി ക്ലാസ്സിന്. സംഭവം മുതലായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ മൈ ഡിയേഴ്സ് അതിൻ്റെ ബാക്കാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വ്ലോഗ് എൻ്റെ ചാനലിലിടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. ഇതൊരു പ്രൊമോഷനാണ്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ അങ്ങനെ കൂട്ടിക്കൊള്ളും. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ചാനലുണ്ട് ഷാക്കിറ അബ്ദുൽ ഖാദർ എന്നാണ് പേര്. പിന്നെ ഇതിൻ്റെ വ്ലോഗ് ഞാൻ വെരി സൂൺ ഇടുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഷാക്കിർ അബ്ദുൽ ഖാദർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ, കോൺടാക്ട് മീ. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാലത്ത് അടുപ്പം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട് എല്ലാവരോടും. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് മൈ ക്ലാസ്. ലവ് യു ഓൾ. ലോട്ട്സ് ഓഫ് ലവ്. ടേക്ക് കെയർ. ബൈ ഫോർ ലവ്. അങ്ങനെ ഗായ്സ് അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് റൂമിലേക്ക് തന്നെ എത്തിയപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ചിത്ര ചേച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉള്ളത് JCL സോൺ 28 ആണ്. അപ്പോൾ സോൺ 28ൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്, ഫസ്റ്റ് ലേഡി പ്രസിഡൻ്റാണ് നമ്മുടെ ചിത്ര ചേച്ചി. ചിത്ര ചേച്ചി നല്ല സുന്ദരി ചേച്ചിയാണ് കേട്ടോ, നമ്മുടെ സുന്ദരി സോൺ പ്രസിഡൻ്റാണ്. ഇപ്പുറത്ത് കാണുന്നത് മീര മേനോനാണ്. അവരൊക്കെ നിലമ്പൂർ JCLുള്ള പീപ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി നെക്സ്റ്റ് ഇനോഗ്രേഷൻ സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സെമിനാർ ഹാളിലേക്ക് പോകുകയാണ്. എനിക്ക് ആകെ സങ്കടം തോന്നിയെന്ന് വെച്ചാൽ ഷൂ ഇടയ്ക്കിടയ്ക്ക് അഴിക്കണം, അതൊരു ടാസ്ക്കാണ്. ഇവിടെയൊക്കെ നല്ല ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് എല്ലാവരും ഷൂവും ചെരുപ്പൊക്കെ അഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം എൻ്റെതാണെങ്കിൽ ഒരു ഹലാക്കിൻ്റെ ബൂട്ട്സാണ്, അത് അഴിക്കാനും ഊരാനൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അതൊക്കെ അഴിച്ച് പിന്നെ നമ്മളായിട്ട് അഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ അറിഞ്ഞു അഴിച്ചവിടൊക്കെ അവിടെ ഇരുന്നു. ഒരു സൈഡിൽ അസീസ് മാഷ്, മറ്റൊരു സൈഡിൽ എന്താ പറയുക ശ്രീജിത്തേട്ടൻ. അങ്ങനെ രണ്ട് പേരുടെ ഇടയിൽ സൈത്താൻ്റെയും കടലിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന പീപ്പിൾസ് എല്ലാം JCIയിലുള്ള പീപ്പിൾസ് ആണ്. പിന്നെ അതുപോലെ തന്നെ കോളേജിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. ഞാനിങ്ങനെ ചുമ്മാ ബാക്കൊക്കെ വീഡിയോ എത്തുമ്പോൾ കുറേ പേര് ഇങ്ങനെ തല താഴ്ത്തിരുത്തുക. കാരണം ക്യാമറ ഫിയർ സ്റ്റിൽ ഉണ്ടല്ലോ, എല്ലാവർക്കും ക്യാമറ ഫിയർ ഇല്ലാതിരിക്കില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റേജിലേക്ക് വിളിച്ചിരുത്തി. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചിത്ര ചേച്ചി പറഞ്ഞു നീ ഫ്രണ്ടിലേക്ക് വന്നിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു. എന്നിട്ട് ഇങ്ങനെ പ്രോഗ്രാം ഇനോഗ്രേഷൻ തുടങ്ങാനുള്ള പരിപാടി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇനോഗ്രേഷൻ തുടങ്ങും. Of laws rather than of men, that earth's great treasure lies in human personality, best work of life. JCI mission to provide development opportunities that empowers young people to create സോൺ 28 എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ 5 ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഇന്ന് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടി നടത്തിയുണ്ടായി. ഈ ഫ്യൂച്ചർ എന്ന ആ പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം ഫുൾ കോറം ഇന്ന് BSMലേക്ക് വന്നിട്ടുണ്ട്. അത് തന്നെ ഒരാളെ ഇന്ന് ഇവിടുന്ന് കാണാൻ പറ്റിയൊരു സന്തോഷം. യൂണിറ്റി അലുമിനസ് ഷാക്കിറ. ഞാൻ പറഞ്ഞില്ല ഗൈസ്, മൂപ്പര് ആക്ച്വലി എന്നെ ഓർമ്മയുണ്ട്. മൂപ്പർക്ക് ഓർമ്മയുണ്ട് എന്നെ എന്ന് പറഞ്ഞില്ല. അതാണ് നമ്മളെ പ്രിൻസിപ്പള്. അപ്പോൾ പ്രിൻസിപ്പൾ ഞാൻ കോളേജിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ആ ലീഡർഷിപ്പാണ് ഞാൻ ഇപ്പോഴും കൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ പുകഴ്ത്തി പറഞ്ഞു. പക്ഷേ അത് ആക്ച്വലി വീഡിയോ എടുക്കാൻ എനിക്ക് എന്തോ ഒരു ചമ്മലപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ക്യാമറ താഴ്ത്തി ഗൈസ്. അതാണ് ഉണ്ടായത്. പിന്നെ ഇത് വേറെ ആരുടെയും ക്യാമറയിൽ പതിഞ്ഞത് ഞാൻ എൻ്റെ വ്ളോഗിലേക്ക് കൂട്ടിയതാണ്. അതുകൊണ്ടാണ് ഒരു സുന്ദരിമണി ആ സൈഡിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ സുന്ദരിമണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിത്ര ചേച്ചിയാണെന്ന് വിചാരിക്കും. അല്ല, ചിത്ര ചേച്ചി സുന്ദരിയാണ്, പക്ഷെ അതിനേക്കാൾ സുന്ദരിയായി ഞാൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. ചിത്ര ചേച്ചി മീര ചേച്ചിയൊക്കെയല്ലേ. അങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ ഗൈസ് ആര് മാർക്കറ്റ് ചെയ്യാനാ? എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരാണ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ആർക്കും പരാതിയൊന്നും വേണം. അങ്ങനെ ഗൈസ് നെക്സ്റ്റ് ഇനി ട്രോഫിയാണ് കേട്ടോ. ട്രോഫി ഇൻ ദ സെൻസ് എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരു ചെറിയ ചിന്ന ട്രോഫി. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ ഞങ്ങളിങ്ങനെ പോകുകയാണ്. അപ്പോൾ എൻ്റെ ട്രോഫി നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ടോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിങ്ങനെ പോവുകയാണ്. ഞങ്ങൾ ലഗേജ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ താഴേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ എന്താ പറയുക ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർഡൻസ് രണ്ട് സൈഡിലും മനോഹരമായിട്ടുള്ള ക്യാമ്പസ് മൊത്തട്ടോ പച്ചപ്പാണ്, മൊത്തത്തിലൊരു പച്ചപ്പാണ്. നല്ല രസമുള്ള ക്യാമ്പസ്. പിന്നെ കുട്ടികളും നല്ല വൈബുള്ള കുട്ടികളാണ്, നല്ല നല്ല കുട്ടികളാണ്. അപ്പോൾ ഗായ്സ് ഇതാണെന്ന് എനിക്ക് കിട്ടിയ ഓണർ. ഓക്കെ, ജോഷ് ഫ്യൂച്ചർ.
അങ്ങനെ നോം വണ്ടിയിൽ കയറി യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് PSMOയുടെ ഗേറ്റിലേക്ക് പോകുന്ന ഇടവഴി എന്നൊന്നും പറഞ്ഞൂടല്ലേ, അത്യാവശ്യം വലിയ റോഡ് തന്നെയാണ്. അപ്പുറത്ത് കണ്ടില്ലേ എന്തോ ഗ്രൗണ്ടിൽ കുട്ടികളെല്ലാവരും കൂടി എന്തോ പരിപാടി നടക്കുന്നുണ്ട് തോന്നുന്നു. എല്ലാവരും സൈഡിൽ നിന്ന് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ദിവസമായിരുന്നു. കാരണം കുറച്ചധികം ക്ഷീണം ഉണ്ടെന്ന് മാത്രം. കാരണം എൻ്റെ കോളേജിൽ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് യാത്ര ചെയ്ത് ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് PSMO കോളേജിൽ വന്നു. അങ്ങനെ ടാസ്ക്. പിന്നെ 2 ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ കൂടെ, അസീസ് മാഷിൻ്റെ കൂടെ ഒരു ഫോട്ടോ, പിന്നെ എനിക്ക് അവാർഡ് കിട്ടുന്ന, അതായത് ഒരു ട്രോഫി കിട്ടുന്ന ഒരു ഫോട്ടോ. ഇത് 2 എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസ് ആയിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. Till then, bye bye.